ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ദേവയാനി പരിണയം. അങ്ങനെ ചില കാലം കഴിഞ്ഞോരനന്തരം അങ്കന ശിരോമണിയാകിയ ദേവയാനി ശർമ്മിഷ്ഠയോടും ദാസി സഹസ്രത്തോടും കൂടി നർമാർത്ഥം യഥാകാമം പോയിതാരാമം തോറും മാധവമായ മധുപാനവും ചെയ്താനന്ദിച്ചാദരവോടുമാടിപ്പാടി വാണിടും നേരം ദാഹമുൾക്കൊണ്ടു മൃഗയാ പരിശ്രമത്തോടും നാഹുഷനായ നൃപൻ കാനനം പൊക്കാനെന്നും കണ്ടിതു കുളിക്കുന്ന കന്യകാജനത്തെയും ഉണ്ടതിൽ പ്രധാനയായൊരുത്തി അവളുടെ പാദവും തലോടിക്കൊണ്ടാഭരണാദിമണിധീതിയോടുകൂടി കാണായിതൊരുത്തിയെ ചോദിച്ചാൽ നൃപവരൻ നിങ്ങളാരിരുവരും മോദത്തോടുര ചെയ്തു ദേവയാനിയുമപ്പോൾ ശുക്രമാമുനിയുടെ പുത്രി ഞാൻ ദേവയാനി ചൊൽക്കൊണ്ട ധനുരേന്ദ്രൻ വൃഷപർവാവിൻ മകൾ ശർമ്മിഷ്ഠയായതവൾ ഇവൾ എന്നുടെ ദാസിയല്ലോ നിർമ്മലാംഗികൾ മറ്റുള്ളവരും ദാസീവർഗം മുറ്റുമെന്നോടുകൂടെ പോരുമിന്നവരെല്ലാം മറ്റാരും ഉടയവരില്ലെന്നു ധരിച്ചാലും അതു കേട്ടവനീശൻ അവളോടുര ചെയ്താൻ അതുല ഗുണമുള്ളോരിവളെങ്ങനെ നിന്റെ ദാസിയായി ചമഞ്ഞവാറെന്നതു പറകടൂ ഹാസമോടതു കേട്ടു ദേവയാനിയും ചൊന്നാൾ ഈശ്വരമതമെല്ലാമാർക്കു പോലറിയാവിതില്ല ചെയ്യം തോന്നിടുവാൻ എന്തിലിതുകാലം കേൾക്കണമല്ലോ ഭവാനാരെന്നതെനിക്കിപ്പോൾ ഭോഷ്കല്ല രാജശ്രേഷ്ഠനെന്നു തോന്നിയിടും കണ്ടാൽ എങ്കിൽ അങ്ങനെ തന്നെ ഭൂപതിയയാതി ഞാൻ പങ്കജവിലോചനേ നകുഷാത്മജനല്ലോ എങ്കിൽ നീ എന്നെ വേട്ടുകൊള്ളുക മടിയാതെ സങ്കടമെല്ലാം തീരും സംശയമുണ്ടാകേണ്ട മന്നവനതു കേട്ടു പിന്നെയും ഉര ചെയ്തു കന്യകാതിലകമേ ധന്യേ കേൾ മനോരമ്യേ സിദ്ധമല്ലയോ നിനക്കേതുമേ ശുക്രൻ തൻ്റെ പുത്രിയെന്നെനിക്കേതും തോന്നിയിതില്ലിപ്പോളിടൂ പതിതപരഭാര്യ ഭഗിനി സഗോത്രയും വിധവാകുലം തന്നിലേറിയ നാരിതാനും സർവസംഘങ്ങളിലും നിവൃത്തി വന്നവളും സർവലോകങ്ങളാലും നിന്ദ്യയായുള്ളവളും തന്നുടെ മകൻ വേട്ട തന്നെയും സ്വതന്ത്രയും ഒന്നുകൊണ്ടിടുമാറില്ലെന്നല്ലോ വിധിയിപ്പോൾ നിന്നെ ഞാൻ കൈക്കൊള്ളുവാൻ എങ്ങനെ പറഞ്ഞു നീ ഉന്നതാന്വയത്തിങ്കലുള്ള കന്യകയല്ലോ ശർമ്മിഷ്ഠ തന്നെ കണ്ടു മന്മഥ ശരമേറ്റു തന്മനമടിഞ്ഞൊരു മന്നവൻ ചൊന്ന നേരം മന്നവൻ തന്നെ കണ്ടു മന്മഥ വിവശയാം കന്യക ദേവയാനി പിന്നെയും ഉര ചെയ്താൾ ബ്രഹ്മക്ഷത്രങ്ങൾ തന്നിലേതുമേ ദോഷമില്ല സന്മതമെനിക്കുമൊട്ടറിയപ്പോകുമെടൂ കല്യാണമോടുമെന്നെ കൈക്കൊള്ളിൽ നിനക്കിപ്പോൾ നല്ലതു വന്നുകൂടുമില്ല സംശയമേതും എങ്കിൽ നിന്നച്ഛൻ തന്നെ തന്നാലാമെന്നു നൃപൻ പങ്കജമുഖിയോടു ചൊന്നപ്പോൾ അവൾ ചൊന്നാൾ സങ്കടം വേണ്ട ഭവാനാമല്ലോ പുനരതും ശങ്കയുമുണ്ടാം സൂക്ഷ്മധർമ്മത്തെ അറിയാഞ്ഞാൽ കാവ്യനാം പിതാവിനെയപ്പോഴേ വരുത്തിനാൾ സേവനാം മുനി തന്നെ കുമ്പിട്ടു നൃപതിയും നിശേഷ വിശേഷങ്ങൾ അച്ഛനോടറിയിച്ചാൾ അച്ചരിത്രങ്ങൾ കേട്ടു ഭാർഗവൻ താനും ചൊന്നാൻ കന്യകാജനമുള്ളിൽ തങ്ങളെ കാമിച്ചീടിൽ അന്യോന്യം
ബ്രഹ്മക്ഷത്രം തങ്ങളിൽ കൊള്ളാമല്ലോ. തന്നുടെ മകൾ തന്നിൽ വാത്സല്യമുണ്ടാകയാൽ എന്നൊരു വിധി അവൻ അന്നേരം ഉര ചെയ്താൻ. ഗീഷ്പതി സുതനുടെ ശാപവും നൃപനിലെ താൽപര്യവും അവൾക്കുണ്ടായ നേരം മുനി പുത്രിയെ യയാതിക്കു കൊടുത്തു. വിശേഷിച്ചും പൃഥ്വിനായകനോട് പിന്നെയും ഒന്നു ചൊന്നാൻ. ആപദ്ധർമ്മങ്ങൾക്കേതും ദോഷമുണ്ടാകയില്ല, ശാപത്തെ തടുക്കയുമരുതോ മറ്റൊന്നിനാൽ. ശർമ്മിഷ്ഠയാകും അസുരാധിപപുത്രിയോടു നർമ്മങ്ങൾ പോലും പറഞ്ഞിടരുതൊരു നാളും. എന്നുടെ മകൾ ചൊല്ലും വണ്ണം നീ അവളെയും നന്നായി രക്ഷിച്ചിടുകെന്നതേ പറയേണ്ടു. ആയതമിഴിയാളാം ദേവയാനിയും പുനരായിരം ചേടികളും ശർമ്മിഷ്ഠതാനും കൂടി പോയതു യയാതിയാം ഭൂപതി രാജ്യം തന്നിൽ. പോയതു പരിതാപം ദേവയാനിക്കുമപ്പോൾ. ഉമ്മരപ്പൂങ്കാവിലൊരാലയം അതും തീർത്തു ശർമ്മിഷ്ഠ തന്നയതിൽ നന്നായി വെച്ചു നൃപൻ. മുന്നമേ കണ്ട നാളിലുണ്ടായോരനുരാഗം മന്നവൻ അകതാരിൽ വാച്ചിതു ദിനം പ്രതി. എന്നാലും ദേവയാനി തന്നോടു കൂടിച്ചേർന്നു നന്നായി രമിച്ചിതു ഭൂപതി വീരൻ താനും. അക്കാലം യദുവെന്നും തുർവശുവെന്നും രണ്ടു മക്കളും ഉണ്ടായി വന്നു മുഖ്യന്മാരവറുകളും. യയാതിയുടെ ശർമ്മിഷ്ഠപ്രാപ്തി. ഇങ്ങനെ ചെന്നു കാലമായിരം സംവത്സരം അംഗജതാപം പൂണ്ടിരുന്നു ശർമ്മിഷ്ഠയും. ഒന്നിച്ചു വളർന്നൊരു തന്നുടെ സഖി നന്നായി മന്നവനോടും കൂടി ക്രീഡിക്കുന്നതും കണ്ടു. താനൊരു പുരുഷനെ കാണാതെ ഗുഹ തന്നിൽ മാനസതാപം പൂണ്ടു മാരമാൽ പിടിപെട്ടു. നാൾതോറും ഇരിക്കുന്നോളം അക്കാലം അവളുടൽ ചേതോ മോഹനമെന്നേ ചൊല്ലാവൂ കാണുന്തോറും. അന്നവളു ഋതുധർമ്മം പ്രാപിച്ചു കുളിച്ചു ഉന്നതസ്ഥനങ്ങളും മെല്ലവേ നോക്കി നോക്കി ദന്തശോധന ചെയ്തു ബന്ധൂക സമാധരി. പന്തൊക്കും കൊങ്കത്തടത്തിങ്കൽ കുങ്കുമം ചാർത്തി ഭംഗിയിൽ കുറിയിട്ടു. കുങ്കുമതിലകം തൊട്ടങ്കജൻ തഴ പോലെ പൂങ്കുഴൽ അഴിച്ചിട്ടു. നിർമ്മലമായുള്ളൊരു വസ്ത്രവും ഉടുത്തുകൊണ്ടംബുജമിഴികളിൽ അഞ്ജനമതും ചേർത്തു. കുണ്ടലഷണ്ടം മിന്നും ഗണ്ഡമണ്ഡലത്തിങ്കൽ കുണ്ടലിപണം പോലെ പത്തിക്കീറ്റതും ചേർത്തു. സ്വർണഭൂഷണങ്ങളുമൊക്കവേ അണിഞ്ഞൊരു കണ്ണാടി തന്നിൽ മുഖപത്മവും നോക്കി നോക്കി നല്ലൊരു പുരുഷനെ ചിന്തിച്ചുള്ളിൽ ഉല്ലാസം ചേർന്നോരശോകത്തെയും ചാരി നിന്നു. ദുഃഖിക്കുന്നതു നേരം മന്നവൻ താനെ തന്നെ മൈക്കണ്ണിയുടെ മുമ്പിൽ ചെന്നിതു ബലാലപ്പോൾ. എന്നുടെ ഭർത്താവാകെന്നവളും അപേക്ഷിച്ചാൽ നിന്നിതു വിഷണ്ണനായി മന്നവൻ താനുമപ്പോൾ. നിന്നോടുകൂടി രമിക്കുന്നതില്ലെന്നു തന്നെ മുന്നമേ ദേവയാനി തന്നോട് ചൊന്നേനല്ലോ. സത്യത്തെ ലംഘിക്കരുതെന്നതുകൊണ്ടും പിന്നെ ഉത്തമനായ ശുക്രൻ തന്നിലെ പേടികൊണ്ടും ഇന്നിതു മടിച്ചു ഞാൻ നിർണയം മനോഹരെ. നിന്നിലുള്ള അനുരാഗം കണ്ട അന്നേയുള്ളോന്നല്ലോ എന്നതു കേട്ടു ചൊന്നാൾ ശർമ്മിഷ്ഠയതു നേരം. ഒന്നുണ്ടു പറയുന്നു ഞാനിപ്പോൾ ഇതു കേൾക്ക. ഓരോരോ കളികളും പറഞ്ഞു വാഴുമ്പോഴും നാരിമാരോട് വേളി പറയുമ്പോഴും പിന്നെ തന്നുടെ ജീവനിപ്പോൾ പോമെന്നു തോന്നുമ്പോഴും എന്നതുപോലെ ധനമൊക്കെ പോയിടുമ്പോഴും എന്നിവ നാലിങ്കലും അസത്യം പറഞ്ഞാലും എന്നുമേ ദോഷമില്ല എന്നു കേളിയുമില്ലേ. വിസ്തരിച്ചവൾ ചൊന്നതെന്തിനു പറയുന്നു സിദ്ധിച്ചാൾ ഭൂപാലനയന്നവളെന്നേ വേണ്ടു. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓ